എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടേഴ്സ് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലനാട് ബ്രാഞ്ചിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറും പീഡിയാട്രിക് ഡെന്റൽ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ഹെൽസ ഹെൻറിയാണ് നമ്മളോടൊപ്പം ഇന്ന് ഡോക്ടേഴ്സ് ടോക്കിലുള്ളത്. ഡോക്ടേഴ്സ് ടോക്കിലേക്ക് സ്വാഗതം. താങ്ക് യു. ഡോക്ടർ, ഇപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് പ്രവർത്തിച്ച് വന്നിരിക്കുന്നത്, ഇപ്പം പ്രവർത്തിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് ആദ്യം തന്നെ നമുക്കൊരു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറയാം. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലനാട് ബ്രാഞ്ച് നിഷ പറഞ്ഞതുപോലെ ഞാൻ അതിൻ്റെ പാസ്റ്റ് സിഡി ചെയർമാനായി വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കറൻ്റ്ലി അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടും പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ മാർ ബസേലിയസ് ഡെന്റൽ കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പീഡിയാട്രിക് ആൻഡ് പ്രിവെൻറ്റീവ് ഡെന്റിസ്ട്രിയിൽ ഞാൻ പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. പെരുമ്പാവൂർ ഒരു കുട്ടികളുടെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളൊരു ഡെന്റൽ പ്രാക്ടീസും നടത്തി വരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കുട്ടികളുടെ ദന്ത സംരക്ഷണമാണ്. അതെ. ഏതു ടൈം മുതലാണ് കുട്ടികളൊരു ദന്ത സംരക്ഷണം തുടങ്ങേണ്ടത്? ഒരു കുട്ടിയെ നമ്മൾ ആദ്യമായിട്ടൊരു ഡെന്റിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോകേണ്ടത് മിനിമം 1 വയസ്സിനുള്ളിൽ, അല്ലെങ്കിൽ ആദ്യത്തെ പല്ല് മുളച്ചു വരുമ്പോൾ തന്നെ. ഇതിലേതാണോ ആദ്യം വരുന്നത് അന്നേരം തന്നെ നിങ്ങളൊരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് കുറച്ച് ആൻറ്റിസിപ്പേറ്ററി ഗൈഡൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതായത് പാല് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ഡയറ്ററി പാറ്റേൺസ് എങ്ങനെയായിരിക്കണം, എപ്പോഴാണ് ആദ്യം ബ്രഷ് ചെയ്ത് തുടങ്ങേണ്ടത്, ടൂത്ത് പേസ്റ്റിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ ഒരു സമയത്തായിരിക്കും. ആ സമയത്തെ ചെക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്യാതിരിക്കുമ്പോഴാണ് 1ഉം 2ഉം വയസ്സാകുമ്പോഴത്തേക്കും കുട്ടികളുടെ പല്ലിന് കേടുവരികയും നിങ്ങൾക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായി ഡോക്ടറെ സമീപിക്കേണ്ടി വരികയും ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡെന്റൽ ചെക്കപ്പ് എപ്പോഴും 1 വയസ്സിനുള്ളിൽ തന്നെ നിങ്ങൾ കൊണ്ടുപോയി കാണിക്കേണ്ടതാണ്. കുട്ടികളിലെ പല്ലുകൾ പൊഴിഞ്ഞു പോകുന്ന ഒരു ഏജ് എത്രയാണ്? അതെ, പാൽപ്പല്ലുകൾ നമുക്ക് 20 പാൽപ്പല്ലുകളാണ് കുട്ടികൾക്കുള്ളത്. അതിൽ ഈ മുൻനിരകളിലുള്ള മുകളിലത്തെയും താഴത്തെയും പല്ലുകളാണ് നമുക്ക് 6 to 8 വയസ്സിൻ്റെ ഇടയിൽ പൊഴിഞ്ഞു തുടങ്ങി പുതിയ പല്ല് വരുന്നത്. പക്ഷെ പുറകോട്ടുള്ള കട്ടപ്പല്ലുകളെല്ലാം 10നും 12ഉം വയസ്സിനിടയ്ക്കാണ് പൊഴിഞ്ഞു പോകുന്നത്, പുതിയ പല്ല് വരുന്നത്. അതായത് ഒരു കുട്ടി ഒരു 5-6 ക്ലാസ് വരെ ഈ കുട്ടിക്ക് ഈ പുറകിലുള്ള കട്ടപ്പല്ലുകൾ അത് റിറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഈ പാൽപ്പല്ലുകൾ നമ്മൾ നേരത്തെ പറിച്ചു കളഞ്ഞാൽ പുതിയ പല്ലുകൾക്ക് വരാനുള്ള സ്ഥലം അവിടെ കിട്ടുകയില്ല. ആ സ്പേസ് ലോസ് വന്നിട്ടാണ് പിന്നെ പല്ലിന് ക്രൗഡിങ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് പിന്നെ കുട്ടിക്ക് ചവയ്ക്കാനും ആവശ്യമാണ്, കുട്ടിക്ക് സംസാരിക്കാനും ആവശ്യമാണ്. പാൽപ്പല്ലുകളുടെ ഇമ്പോർട്ടൻസ് പലർക്കും അറിയില്ല. എല്ലാവരും വിചാരിക്കും ഇത് പൊഴിഞ്ഞു പോകാനുള്ളതല്ലേ ഇപ്പം തന്നെ എന്നാണ്. പ്രത്യേകിച്ച് ഗ്രാൻഡ് പേരൻസ് ആണ്, അവർക്ക് ഒട്ടും തന്നെ അറിയില്ല. അപ്പം പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ 10 to 12 വയസ്സിൽ പൊഴിഞ്ഞു പോകുന്ന കട്ടപ്പല്ലുകൾ ഈ 2-3 വയസ്സാകുമ്പോൾ തന്നെ വേദന വരുമ്പോൾ നിങ്ങൾ അത് പൊഴിഞ്ഞു പോകാനുള്ളതാണെന്ന് വിചാരിച്ച് അത് വെയിറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് കുട്ടിക്ക് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. എങ്കിലാണ് ചവയ്ക്കാനും സംസാരിക്കാനും എല്ലാം കുട്ടിക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പം 2-3 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളുടെ പല്ലുകൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകുന്നതായിട്ടും കുറ്റിയായിട്ടും ഒക്കെ കാണപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതെ, അതൊരു നല്ല ചോദ്യമാണ്. മിക്ക പേരൻസിനും അറിയില്ല. ഈ ചിലപ്പോൾ ഒരു സ്റ്റെയിൻസ് ആണെന്നൊക്കെ വിചാരിച്ചത് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാതെയാണ് കുട്ടികളെ യൂഷ്വലി പേരൻസ് കൊണ്ടുവരുന്നത്. അപ്പം 1.5-2 വയസ്സ് മുതലേ ഇങ്ങനെ ഒരു പ്രോബ്ലം കുട്ടികളിൽ കാണുന്നുണ്ട്. ഇതിന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് കേരീസ് അല്ലെങ്കിൽ നഴ്സിംഗ് ബോട്ടിൽ കേരീസ് എന്നാണ്. പണ്ടത്തേനേക്കാളും ഒരു വ്യത്യാസം ഇപ്പം എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് രാത്രി പാല് കൊടുത്ത് കിടന്ന് ഉറങ്ങുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പാല് കുട്ടികളുടെ അപ്പർ ടീത്തിൽ തങ്ങി നിന്നിട്ടാണ് ഈ തരത്തിലുള്ള കേടുകൾ ഉണ്ടാകുന്നത്. അപ്പം ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ് ആവശ്യമാണ്. അതായത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇങ്ങനെ അറ്റ് വിൽ കുട്ടികൾ കരയുമ്പോൾ അപ്പം തന്നെ കണ്ടിന്യൂസ്ലി പാല് കൊടുക്കുന്ന ഒരു ശീലം ഒഴിവാക്കുക, രാത്രി കണ്ടിന്യൂസ് ആയിട്ട്. അല്ലെങ്കിൽ നമ്മൾ പാല് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഒരു നനഞ്ഞ തുണി, ഒരു വെറ്റ് കോട്ടൺ അല്ലെങ്കിൽ വെറ്റ് ക്ലോത്ത് കൊണ്ട് നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് വെള്ളം പുറകെ ഒന്ന് കൊടുക്കാൻ തന്നെയെങ്കിലും പറ്റുമെങ്കിൽ അത് ചെയ്യുക. ബേസിക്കലി പാല് തങ്ങി നിന്നുണ്ടാവുന്ന കേട് അത് ഒഴിവാക്കിയാൽ തന്നെയാണ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇനി കേട് കുറച്ച് സ്റ്റാർട്ടിങ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, പല്ലിൽ വെള്ളക്കറ പോലെ കണ്ടു തുടങ്ങും. ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ കുട്ടികളുടെ പല്ലിൽ തേച്ച് കൊടുക്കാവുന്ന ചില ഓയിൻമെൻറ്റും ക്രീമൊക്കെ ഉണ്ട്. അപ്പം അത് ഫർദർ കേട് പ്രോഗ്രസ് ചെയ്യാതെ ശ്രദ്ധിക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ കേട് വന്നു പോയെങ്കിൽ അതിന് ഫില്ലിങ്സ് ഒക്കെ ചെയ്ത് അടച്ചെടുക്കണം. ഇതൊന്നും ചെയ്തില്ലെങ്കിലാണ് നീരും വേദനയൊക്കെ ആയിട്ട് കുട്ടീനെ നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടി വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് റൂട്ട് കനാൽ പോലത്തെയുള്ള ഹയർ പ്രൊസീജിയേഴ്സിലേക്ക് പോകേണ്ടി വരാറുണ്ട്. അപ്പം നഴ്സിംഗ് ബോട്ടിൽ കേരീസിൻ്റെ പ്രാധാന്യം എല്ലാ അമ്മമാരും, ന്യൂ മദേഴ്സ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്.
ഇപ്പൊ കുട്ടികളിൽ അധികമായിട്ട് പല്ലുവേദന കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. പണ്ടൊന്നും അത്രയും പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാറുണ്ടായില്ല, പക്ഷെ ഇപ്പൊ അധികമായിട്ട് കാണുന്നുണ്ട്. അതിന്റെ ഒരു കാരണം എന്തായിരിക്കും? മെയിൻലി കുട്ടികളുടെ പല്ലില് കേട് വരുന്നത് ഡയറ്ററി പ്രോബ്ലംസ് തന്നെയാണ്. നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ചൊരു ഡയറ്റ് അല്ല നമ്മളുടെ കുട്ടികളും ഇപ്പോഴത്തെ ജനറേഷനും കഴിക്കുന്നത്. അവർ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സും കഴിക്കുന്നുണ്ട്. അവർ മൊബൈൽ കണ്ടുകൊണ്ട് കുറേ അധികം നേരം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പല്ലിൽ തങ്ങി നിൽക്കുകയാണ്. അതായത് ഇൻ ബിറ്റ്വീൻ മീൽസ് സ്നാക്കിംഗ് ഇസ് വെരി കോമൺ. അതാണ് പ്രശ്നം. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരത്തെ ഫുഡ് അല്ല ഇപ്പോൾ കുട്ടികൾ കഴിക്കുന്നത്. അവർ 10 മണി 11 മണി ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സും ചിപ്സും ഇതെല്ലാം കഴിക്കുമ്പോൾ ഇതെല്ലാം പല്ലിൽ തങ്ങി നിന്ന് കേട് വരാനുള്ള സാധ്യത ഇപ്പം വളരെ കൂടുതലാണ്. അപ്പം ഈ കേട് വന്നു കഴിയുമ്പം ചെറിയ ബ്ലാക്ക് സ്പോട്ട്സ് ആയിട്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ആ സ്റ്റേജിൽ തന്നെ നമ്മൾ പല്ല് തേക്കുമ്പോഴൊക്കെ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെന്ന് അതൊക്കെ അടച്ച് സീൽ ചെയ്തൊക്കെ വെക്കാം. പക്ഷെ അന്നേരം നമ്മൾ ചിന്തിക്കും ഇത് പാൽപ്പല്ലല്ലേ, ഇത് പൊഴിഞ്ഞു പോകാനുള്ളതല്ലേ എന്ന് കരുതി അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞെന്നാൽ അത് കൂടുകയും അത് ഞരമ്പിലെത്തി കേട് വേദനയായി മാറുകയും നീരായി മാറുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ ഡയറ്റാണ്. അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സും കഴിക്കാൻ സമ്മതിക്കാതിരിക്കുക. അത് കൊടുക്കേണ്ടതല്ല, അതൊരു ആഴ്ചയിൽ 1-2 ദിവസത്തേക്ക് ലിമിറ്റ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ മീൽസ്, അതായത് 2 മീലുകളുടെ ഇടയിലുള്ള സമയത്തുള്ള ഈ സ്നാക്കിങ് കഴിവതും ഒഴിവാക്കുക. പിന്നെ ബ്രഷിങ്ങും ഫ്ലോസിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാതിരിക്കുമ്പോഴാണ് കേടുവരുന്നതും അത് വേദന വരെയുള്ള സ്റ്റേജിലേക്ക് എത്തുന്നതും. അപ്പോൾ കറക്റ്റായിട്ട് ഒരു 6 മാസം കൂടുമ്പോൾ ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ അല്ലെങ്കിൽ നിങ്ങളൊരു ഡെന്റിസ്റ്റിനെ, നിങ്ങളുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഡെന്റിസ്റ്റിനെ കാണിച്ച് ചെക്കപ്പ് ചെയ്താൽ കുറേയൊക്കെ നിങ്ങൾക്കിതെല്ലാം അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ പല കുട്ടികളിലും കാണുന്ന ഒരു ബാഡ് ഹാബിറ്റ്സ് ആണ് രാത്രി കിടക്കുമ്പോൾ വായ തുറന്ന് കിടക്കുക, അതുപോലെ തന്നെ വിരല് കുടിക്കുക, അങ്ങനെ പല ശീലങ്ങൾ. അപ്പം അതിന് എന്താ ഒരു സൊല്യൂഷൻ? ഏറ്റവും കൂടുതൽ നമ്മളിപ്പം ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടികൾ മൗത്ത് ബ്രീത്തിങ്. അതായത് രാത്രിയും പകലൊക്കെ അവർ വായ തുറന്ന് ശ്വസിക്കുന്ന ഒരു ശീലമാണ് കാണുന്നത്. അപ്പം വായ കൂടെ അല്ല നമ്മൾ ശ്വസിക്കേണ്ടത്, നമ്മുടെ മൂക്കാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ മൗത്ത് ബ്രീത്തിങ് ഇപ്പം വളരെ കോമൺ ആണ്. അത് മെയിൻലി കുട്ടികൾക്ക് ഈ അഡിനോയിഡ്സും ടോൺസിൽസ് ഒക്കെ ഉള്ളപ്പോഴാണ് കൂടുതലായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പെരുമ്പാവൂർ പൊല്യൂഷനും കുറച്ച് കെമിക്കൽ ഇതൊക്കെ കൂടുതലുള്ളതുകൊണ്ട് അലർജി പ്രോബ്ലം കുട്ടികൾക്ക് കൂടുതലാണ്. അപ്പം മൗത്ത് ബ്രീത്തിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4-5 വയസ്സ് മുതൽ തന്നെയെങ്കിലും നിങ്ങൾ ആദ്യം ഒരു ENT കാണിക്കണം. ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് അതിൻ്റെ ഒപ്പീനിയൻ എടുക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു തടസ്സം, ശ്വാസം മുക്കി കൂടെ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് നിങ്ങളൊരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ കാണിക്കണം. ആ ശീലം മാറ്റാനുള്ള അപ്ലയൻസസും കുറച്ച് എക്സസൈസസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. ഇതെല്ലാം നേരത്തെ കറക്റ്റബിൾ ആണ്. അപ്പം നമ്മളൊരു 12 വയസ്സ് 13 വയസ്സാവട്ടെ എന്ന് പറഞ്ഞതിനൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യരുത്. എപ്പം നിങ്ങളൊരു അബ്നോർമലായിട്ട് എന്തെങ്കിലും കുട്ടിക്ക് കാണുന്നു. അടുത്തൊരു ഹാബിറ്റാണ് തം സക്കിങ്. ഒരു 3 വയസ്സ് വരെ ഇത് നോർമലാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടി തം സക്കിങ് ചെയ്യുന്നത് കുട്ടിയുടെ മുഖത്തിന്റെ ഷേപ്പ് തന്നെ മാറിപ്പോവാനുള്ള സാധ്യതയാണ്. ഫ്രണ്ടിലുള്ള പല്ലുകൾ പൊങ്ങി വരിക, അല്ലെങ്കിൽ അകന്നു പോവുക, പിന്നെ ഫ്ലെയറിങ് വരിക, പിന്നെ മുകളിലത്തെ ആർച്ച് തന്നെ അങ്ങ് ചുരുങ്ങിപ്പോകും ഈ കുട്ടിയെ തം സക്കിങ് ചെയ്യുമ്പോൾ. അങ്ങനെ വരുമ്പോൾ മൂക്കിൽ കൂടെ ശ്വസിക്കാൻ പറ്റാതെ വരും. കുട്ടിയുടെ ഫേസിൻ്റെ ഷേപ്പ് മാറും. ഒരു ഭംഗിയില്ലാത്ത അവസ്ഥയിലേക്ക്, ഇങ്ങനെ ലോങ് ഫേസ് സിൻഡ്രോമിലേക്കൊക്കെ പോകും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ളതും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അതൊക്കെ നമ്മളൊരു ചില കുട്ടികളൊക്കെ 10th പഠിക്കുന്ന കുട്ടികളെയും കൊണ്ട് അമ്മമാർ വരാറുണ്ട്, തം സക്കിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും ഒരു 5-6 വയസ്സിൽ തന്നെ ശരിയാക്കി എടുക്കാവുന്നതാണ്. അതെല്ലാം നിങ്ങൾ നേരത്തെ തന്നെ കൊണ്ടുവന്ന് കാണിച്ച് അതിൻ്റെ കറക്ഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ ടങ് ത്രസ്റ്റിംഗ്, നാവ് തള്ളുന്ന ഒരു സ്വഭാവവും വളരെ കോമൺ ആയിട്ട് കുട്ടികൾക്ക് കാണുന്നുണ്ട്. ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ നിങ്ങളത് ഒബ്സർവ് ചെയ്യും, നിങ്ങൾക്കത് മനസ്സിലാവും, നിങ്ങളത് കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കുകയും ചെയ്യേണ്ടതാണ്. ഇപ്പം കുട്ടികളുടെ പല്ലുകൾ നിരതെറ്റിയത്, അത് കമ്പിയിടുന്നത് അല്ലെങ്കിൽ അത് ക്രമീകരിക്കേണ്ട ഒരു ടൈം തുടങ്ങുന്നത് എത്ര വയസ്സിലാണ്? കറക്റ്റ്. ഓക്കെ. നേരത്തെ അമ്മമാർ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനെ പല്ല് നിരതെറ്റിയിരിക്കുകയോ പൊങ്ങിയിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 12-13 വയസ്സാവട്ടെ നമുക്ക് കട്ടക്കമ്പിയിട്ട് ശരിയാക്കാം എന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു ഇത്ര നാളും ഉള്ളത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല അതിൻ്റെ ശരിയായ രീതി. 7 വയസ്സ് മുതൽ നിങ്ങളുടെ കുട്ടികളെ ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ കാണിച്ച് ഈ ജോ ഗ്രോത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ചില കുട്ടികൾക്ക് അപ്പർ ജോ മുന്നോട്ടോ അല്ലെങ്കിൽ ലോവർ ജോ മുന്നോട്ടോ ഒക്കെ ആയിട്ട് കാണാറുണ്ട്. യൂഷ്വലി അത് ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന
വരുന്നതാണ്, നമ്മുടെ പേരൻസിൻ്റെ നമുക്ക് കിട്ടി വരുന്ന ഒരു ഫേസിന്റെ ഷേപ്പാണത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് 7 വയസ്സ് മുതലേ അതിന്റെ കറക്ഷൻസ് ഉണ്ട്. പല അപ്ലയൻസസും വെച്ച് നമുക്ക് ഈ ജോ കറക്ഷൻസ് ചെയ്യാവുന്നതാണ്. അതെല്ലാം ആ ഗ്രോത്തിന്റെ സമയത്ത് തന്നെ ചെയ്താലേ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഗ്രോത്ത് കംപ്ലീറ്റ് ആയി 12 ഇയേഴ്സിൽ നിങ്ങൾ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും പല്ല് മാത്രമാണ് പിന്നെ നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു ജോ കറക്ഷൻ ചെയ്യണമെങ്കിൽ അതിന് 7 to 10 വയസ്സിനിടയിൽ തന്നെ നിങ്ങളത് കാണിച്ച് ശരിയാക്കേണ്ടതാണ്. പിന്നെ നമുക്ക് കട്ടക്കമ്പി ട്രീറ്റ്മെന്റ് ആണെങ്കിൽ പോലും അത് വളരെ നേരത്തെ തുടങ്ങാവുന്നതാണ്. 12 വയസ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടികളുടെ ബൈറ്റ് ചിലപ്പോൾ തിരിച്ചായിരിക്കും ഇരിക്കുന്നത്, ചിലപ്പം അകന്നായിരിക്കും ഇരിക്കുന്നത്. ഇതെല്ലാം ഈ ഡീപ്പ് ബൈറ്റ്, ക്രോസ് ബൈറ്റ്, ഓപ്പൺ ബൈറ്റ്, അങ്ങനത്തെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അതെല്ലാം ശരിയാക്കേണ്ടത് നമ്മൾ ഏർലി ആയിട്ട് തന്നെ, ഏർലി കറക്ഷനാണ് ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്നത്. പിന്നെ കട്ടക്കമ്പി കൂടാതെ ഇപ്പോൾ ഒരു ഓപ്ഷൻ കുട്ടികൾക്കുള്ളത് ക്ലിയർ അലൈനേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് കുട്ടികൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്, ഈസിയാണ്. പിന്നെ ഈ കമ്പിയുടേതായ ബുദ്ധിമുട്ടുകൾ, വേദന, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അത് അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഇപ്പം അവൈലബിൾ ആണ്, ക്ലിയർ അലൈനേഴ്സ്. അപ്പം ഏതാണ് ഒരു കുട്ടിക്ക് സൂട്ടബിൾ എന്ന് ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. എല്ലാ കുട്ടികൾക്കും പോസിബിൾ അല്ല. ചില കുട്ടികൾക്ക് കമ്പി ആയിരിക്കും നല്ലത്, ചില കുട്ടികൾക്ക് അലൈനർ ആയിരിക്കും, ചില കുട്ടികൾക്ക് ജോ ഗ്രോത്ത് ആദ്യം കറക്റ്റ് ചെയ്തിട്ടായിരിക്കും കമ്പി ഇടാൻ പറ്റുള്ളൂ. ഇത് അറിയണമെങ്കിൽ നിങ്ങളൊരു ഡെന്റിസ്റ്റിനെ കാണിച്ച് അതിൻ്റെ ഒപ്പീനിയൻ എടുത്ത് അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഡോക്ടറുടെ ഒരു വീഡിയോ കണ്ടതിൽ മൗത്ത് ഗാർഡിനെ കുറിച്ച് അറിഞ്ഞിരുന്നു. അപ്പൊ അത് എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? കുട്ടികളുടെ ഗ്രോയിങ് സ്റ്റേജിൽ അവർക്ക് പിരിപിരിപ്പാണല്ലോ. അപ്പൊ ഈ പിള്ളേർക്ക് സ്പോർട്സ് ആക്ടിവിറ്റീസും വിഗറസ് ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതലായിട്ടുള്ള ഒരു ഏജ് ആണ് ഒരു 9 to 12 ഇയേഴ്സ് എന്ന് പറയുന്നത്. അതായത് അവരുടെ പാൽപ്പല്ല് പോയി പുതിയ പല്ല് വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ചില കുട്ടികൾക്ക് ഹാബിറ്റ്സ് കൊണ്ടാവാം, അല്ലെങ്കിൽ ജനറ്റിക് ആവാം, പല്ല് മുന്നോട്ട് പൊങ്ങിയിട്ടുള്ള കുട്ടികളുണ്ടാവും. അങ്ങനത്തെ കുട്ടികൾക്ക് ഈ കോണ്ടാക്ട് സ്പോർട്സ് അല്ലെങ്കിൽ സ്കേറ്റിങ്, പിന്നെ അല്ലെങ്കിൽ ഫുട്ബോളോ ഇവരെന്തെങ്കിലും ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ ആവാം എന്തെങ്കിലുമൊക്കെ മുട്ടിയിട്ട് ഇവരുടെ പല്ല് പൊട്ടിയിട്ട് വരാറുണ്ട്. അതായത് ചിലപ്പോൾ ഊരി തന്നെ പോകും, പല്ല് പൊട്ടുക, ഊരി പോവുക. അതൊക്കെ പുതിയ വന്ന പല്ലുകളാണ്. അത് പിന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനുള്ള ട്രോമ പ്രിവെൻഷൻ എന്ന് പറയും. അതായത് ഫേസിൽ വരുന്നതും പല്ലിൽ വരുന്ന ട്രോമ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അപ്ലയൻസ് ആണ് മൗത്ത് ഗാർഡ് എന്ന് പറയും അതിന്. ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും ബോക്സിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊരു സാധനം വായിലേക്ക് ഇട്ട് ആണല്ലോ അവരത് ചെയ്യുന്നത്. അതൊരു ട്രോമ പ്രിവെൻഷന്റെ സാധനമാണ്. അത് സ്കേറ്റിംഗ് ചെയ്യുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അത് വീണ് പല്ലൂരി കൈ പിടിച്ചുകൊണ്ട് വരുന്ന സിറ്റുവേഷൻസ് വരുന്നത്. അപ്പോൾ ഈ മൗത്ത് ഗാർഡ് എന്നൊരു സാധനം നമുക്ക് ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി കുട്ടിയുടെ അളവെടുത്ത് ആ അളവിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു അപ്ലയൻസ് ആണ്. അപ്പോൾ അത് പലർക്കും അറിയില്ല അങ്ങനെ ഒരു പ്രിവെന്റ്. നമ്മൾ ഹെൽമെറ്റ് തലയ്ക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഓറൽ സ്ട്രക്ചേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ളൊരു മെത്തേഡാണ് മൗത്ത് ഗാർഡ്സ്. അപ്പോൾ അത് ഇങ്ങനത്തെ കോണ്ടാക്ട് സ്പോർട്സും അല്ലെങ്കിൽ സ്കേറ്റിംഗ്, ഫുട്ബോൾ, ഇതൊക്കെ പ്രത്യേകിച്ച് ഇനിയിപ്പം അവധിക്കാലം വരികയാണ്, കുട്ടികൾ കൂടുതൽ കളിച്ച് വീണ് മുട്ടി പല്ലൊക്കെ പൊട്ടി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ഒരു സാധനം നിങ്ങൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ച് നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ കുട്ടികളുടെ ഡയറ്റ് എങ്ങനെയായിരിക്കണം, എന്തൊക്കെ കെയർ ആണ് അവർക്ക് എടുക്കേണ്ടത്, അതിനെക്കുറിച്ചും കൂടി ഒന്ന് പറയാമോ? എപ്പോഴും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. നിങ്ങളൊരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ട പോലും അവസ്ഥ വരാതിരിക്കണമെങ്കിൽ റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട് ഒരു 6 മാസത്തിൽ മുതൽ കുട്ടിയുടെ ഡയറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് പാല് കൊടുത്ത് കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് കഴിഞ്ഞ് കുട്ടിക്ക് ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട രീതികൾ, പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഇവർ നമ്മുടെ ഒരു ഒബ്സർവേഷൻ ഇല്ല, അപ്പോൾ അന്നേരം ഇവർക്ക് കുറേ ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇൻ ബിറ്റ്വീൻ മീൽസ് കൊടുക്കുന്ന സ്നാക്സ്, ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഒരു കേടും കുട്ടിയുടെ വായിൽ ഉണ്ടാവുന്നതല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബ്രഷിങ്ങും ഫ്ലോസിങ്ങും ആണ്. രാവിലെയും രാത്രിയും കുട്ടീനെ ഡെഫിനറ്റ്ലി എന്തായാലും ബ്രഷ് ചെയ്യിപ്പിച്ചിരിക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഫ്ലോസിങ് എന്ന് പറയുന്നത്. ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഡെന്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞൊരു ബാക്സ് ആയിട്ടുള്ള നൂലാണ്. അതിന് ഹാൻഡിൽ ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് അത് നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്സിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ 2 പല്ലുകളുടെ ഇടയിൽ ക്ലീൻ ചെയ്യേണ്ടത്, ഇൻ ബിറ്റ്വീൻ ടീത്ത്, അതായത് ജംഗ്ഷൻസിൽ. അപ്പോൾ ഈ യൂഷ്വലി കഴിക്കുന്ന ഫുഡെല്ലാം ജംഗ്ഷൻസിൽ വന്ന് തങ്ങി നിന്നിട്ട് ബ്രഷിങ്ങിൽ അത് പോകില്ല, അത് ക്ലീൻ ആവില്ല. അപ്പോൾ ഫ്ലോസിങ് കൂടെ നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്താലാണ് ക്ലീനിങ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അതാണ് നിങ്ങൾ ബ്രഷിങ്ങും ഫ്ലോസിങ്ങിലും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സിൽ നമ്മൾ കൂടുതൽ പച്ചക്കറികളും കൂടുതൽ ഫ്രൂട്ട്സും കുട്ടികൾക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പാല്, മുട്ട, ഇതെല്ലാം നിങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. ഈ ബിസ്ക്കറ്റ്സും ചോക്ലേറ്റ്സും മാത്രം ഡോക്ടറെ കുട്ടി കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് പേരൻസ് വരാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഒഴിവാക്കി മാക്സിമം ഇവർക്ക് ഇഷ്ടമുള്ള പോഷകാഹാരത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുക എന്നുള്ളത്.
ഇത് 1-1.5 വയസ്സ് മുതൽ തന്നെ കുട്ടികൾ വേദനയും നീരൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ റൂട്ട് കനാൽ പോലുള്ള പ്രൊസീജിയറാണ് അന്നേരം നമ്മൾ ചെയ്യുന്നത്. പൾപെക്ടമി എന്നാണ് അതിന് പറയുന്നത്. പാൽപ്പല്ലിൻ്റെ റൂട്ട് കനാലിന് നമ്മൾ പൾപെക്ടമി എന്ന് പറയും. അപ്പോൾ ഈ പൾപെക്ടമി പ്രൊസീജിയർ നമ്മൾ ലോക്കൽ അനസ്തീസിയയിൽ ചെയ്യും. ചില കുട്ടികൾ ഭയങ്കര അൺകോപ്പറേറ്റീവ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ജനറൽ അനസ്തീസിയയിൽ വരെ പോയി ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡയറ്ററി ഹാബിറ്റ്സ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രിവെൻഷൻ ആണ് എപ്പോഴും നല്ലത്. ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ദൻ ക്യൂർ. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ റെഗുലർലി 6 മാസം കൂടുമ്പോൾ ചെക്കപ്പിന് പോവുക. നമുക്ക് പല്ലുവേദന വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വന്നു കഴിയുമ്പോഴോ അല്ല നമ്മൾ ഡെന്റിസ്റ്റിനെ കാണാൻ പോകേണ്ടത്. വേറെ എല്ലാ അസുഖങ്ങൾക്കും അങ്ങനെ അല്ലല്ലോ. നമുക്ക് ഒരു പനി വരുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണാൻ പോവുള്ളൂ. പക്ഷേ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ ഡെന്റൽ പ്രോബ്ലംസ്. അത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എല്ലാ 6 മാസം കൂടുമ്പോഴും ഡോക്ടറെ പോയി ഡെന്റിസ്റ്റിനെ പോയി കാണണം. എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത പ്രശ്നങ്ങളും അവർക്ക് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്ന് അതിനെ ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ ചിലപ്പം വെച്ചുകൊണ്ടിരുന്ന വേദന ആകുമ്പോഴായിരിക്കും ഇത് അറിയുള്ളൂ. നിങ്ങളുടെ ഒബ്സർവേഷൻ, നിങ്ങളുടെ കെയർ, പ്രിവെൻഷൻ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ് ചെയ്യുന്നത്. കുട്ടികളിലെ ദന്ത സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ഡോക്ടറുമായിട്ട്. ഒരുപാട് അറിവുകൾ, ഒരുപാട് കാര്യങ്ങളെല്ലാം ഡോക്ടർ പറഞ്ഞു തന്നു. എനിക്ക് തോന്നുന്നു പല പാരൻസും ഇതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്കൊരു പല്ലുവേദനയോ കാര്യമൊക്കെ വരുമ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ആ പല്ല് പറഞ്ഞു പോകാനുള്ളതല്ലേ എന്നുള്ള ഒരു ധാരണയിലിരിക്കും. പക്ഷെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. അതുപോലെ തന്നെ 6 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്യണം. അപ്പം എന്തെങ്കിലും പല്ലിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് അറിവുകൾ ഡോക്ടർ പറഞ്ഞു തന്നു. ഏതായാലും നമ്മുടെ ഈ ഡോക്ടേഴ്സ് ടോക്കിൽ പങ്കെടുത്തതിലും ഇത്രയും അറിവുകളൊക്കെ പങ്കുവച്ചതിലും വളരെയധികം സന്തോഷം. നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി.